ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് കിച്ചൺ മേക്ക് ഓവറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. മേക്ക് ഓവറൊന്നും വലിയ മേക്ക് ഓവറൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പെയിൻ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ കിച്ചണ് നിറയെ കരിയും പുകയൊക്കെ ആയിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിതപ്പോൾ പെയിൻ്റ് അടിക്കാൻ തുടങ്ങി. അപ്പൊ ഇത് ഷെസു വ്ലോഗ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഈ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ അടിക്കാൻ പോണത്. അപ്പോൾ കുറേ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട്. കിച്ചണൊക്കെ ആകെ കരിയൊക്കെ പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് നമുക്ക് സൂപ്പറാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൽ പകുതി ഭാഗം നമ്മൾ വാൾപേപ്പറാണ് കേട്ടോ ഒട്ടിക്കണത്. ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് വാൾപേപ്പർ വാങ്ങിയിരുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം അതാ അവിടെ പെയിൻറ്റിങ്ങിൻ്റെ പണിയിലാണ്. അപ്പോൾ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ടാണ്, പിന്നെ സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ചുമരൊന്നും വൃത്തിയായി കിട്ടൂല. ഞങ്ങൾ അടുക്കള തീരെ വെളിച്ചമില്ലാതെയാണ് കേട്ടോ. കാരണം അടുക്കളയിൽ ജനവാതിലൊന്നുമില്ല, സൈഡിലുള്ള കട്ടിങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇരുട്ടായ പോലെ കേട്ടോ അടുക്കള. അപ്പോൾ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ബൾബും കൂടി ഫിറ്റ് ചെയ്യാനെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. അപ്പോൾ ഷെസുവിനും പൂതിയായിട്ടോ പെയിൻ്റ് അടിക്കാൻ. അപ്പോൾ ഇപ്പോൾ ഷെസുവിൻ്റെ കയ്യിൽ ബ്രഷ് കൊടുത്തതാണ്. അപ്പോൾ അതാ വെച്ച് മുട്ടായി ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ മൂപ്പര് എത്ര അടിച്ചിട്ടും പെയിൻ്റ് അങ്ങോട്ട് പിടിക്കണില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മടുത്ത് അവിടെ വെച്ച് പോയി. അപ്പോൾ ഈ പെയിൻ്റൊക്കെ അടിച്ച് ക്ഷീണിച്ചവർക്ക് വേണ്ടിയിട്ട് ഉമ്മ ബ്രെഡും മുട്ടയും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കള ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് മാറ്റി വെച്ചതാണ്. അവിടെ വെച്ചിട്ടാട്ടെ നമ്മളിത് പൊരിച്ചെടുക്കണത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് എൻ്റെ വകയാണ് കേട്ടോ. ഞാൻ എന്താണ് പറയുക, സ്റ്റാർട്ടിങ് ട്രിബിളൊക്കെ ആയിട്ട് ഗ്യാസ് ഇത്ര കത്തിച്ചിട്ടുണ്ട്, കത്തി കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ കത്തിച്ച് ഫ്രൈ പാനൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ അടിയിൽ പഞ്ചസാര കലങ്ങാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ഇനി ബ്രെഡ് നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്യാൻ പോണത്. സ്ക്വയറിലാണ് കട്ട് ചെയ്യാൻ പോണത്. ട്രയാങ്കിളിലാകുമ്പോൾ ചട്ടിയിലിടാൻ പ്രയാസമാവും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ അതാ പാനിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ബ്രെഡ് പീസും മുട്ടയിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇതായിരിക്കും കേട്ടോ. അപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ ക്ലീൻ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അടുക്കളയിൽ പെയിൻ്റ് അടിച്ചത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട് ഇൻഷാ അല്ലാ. അത് അതിൻ്റെ ഒഴിവിനനുസരിച്ച് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാം ക്ലീൻ ആവുമല്ലോ. സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ചട്ടിയിൽ ഫുള്ളായിട്ട് ബ്രെഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ സ്നാക്സിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടോ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്സും ചായയും കഴിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇപ്പം അടുക്കളയിൽ പെയിൻ്റ് അടിക്കണം, ഉപ്പാക്ക് കൊണ്ട് കൊടുക്കണം. ഇതാ പെയിൻറ്റിങ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ആ പെയിൻ്റ് അടിക്കാതെ കാണുന്ന സ്ഥലത്തോട്ട് നമ്മൾ വാൾപേപ്പർ ഒട്ടിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളെ അഭിപ്രായം പറയണം കേട്ടോ, കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. ഈ ടൈപ്പിലുള്ള വാൾപേപ്പർ ആട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് തന്നെയാണ്. ഒരു കരിങ്കല്ലിൻ്റെ ഒക്കെ ഡിസൈനിൽ വരുന്ന മോഡലാണ്. ഇത് ഒട്ടിക്കണ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ തിരക്കിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആഫ്റ്റർ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ, ഒട്ടിക്കണ വീഡിയോസ് ഒന്നുമില്ല. അപ്പം നിങ്ങൾക്ക് ഞങ്ങളെ കിച്ചണിൻ്റെ ആഫ്റ്റർ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഈ ഒരു വാൾപേപ്പറിന് 140 രൂപയായിട്ടായത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ കിച്ചൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ഇപ്പോഴും കുറേ ആൾക്കാരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത്, ലൈക്കും ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.